സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലായി ഒരു ചെറിയ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി കേരളീയ പൈതൃകത്തിന്റെയും ചരിത്രത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ്. ദക്ഷിണ കൈലാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം പുരാതന കേരളത്തിലെ 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 20 ഏക്കർ വിസ്താരമേറിയ കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടിനുള്ളിലാണ്. നഗരത്തിന്റെ ശ്വാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന തേക്കിൻകാട് മൈതാനം ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് ചുറ്റുമാണ്. ക്ഷേത്രത്തിന് 4 ദിക്കുകളിലായി 4 മഹാഗോപുരങ്ങൾ പണിതീർത്തിട്ടുണ്ട്. ക്ഷേത്രത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദക്ഷിണ വഴിയാണ് ഇന്ന് സ്വരാജ് റൗണ്ട് എന്ന പേരിൽ തൃശൂർ നഗരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അറിയപ്പെടുന്നത്. തൃശൂരിലെത്തുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നുപോകാൻ കഴിയില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാസങ്കല്പം ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒരുമിക്കുന്നതിലൂടെ അത്യധികം സവിശേഷതയാർന്നതാണ്. നാലമ്പലത്തിനുള്ളിൽ പടിഞ്ഞാറ് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന 3 പ്രധാന ശ്രീകോവിലുകളിലായാണ് മുഖ്യപ്രതിഷ്ഠകൾ കുടികൊള്ളുന്നത്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള വലിയ വട്ട ശ്രീകോവിലിൽ നെയ്മല രൂപത്തിൽ ശ്രീ പരമേശ്വരൻ പ്രധാന മൂർത്തിയായി പടിഞ്ഞാറോട്ട് ദർശനമരുളുന്നു. ക്ഷേത്രാചാരപ്രകാരം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ വടക്കുംനാഥനാണ്. മധ്യഭാഗത്തുള്ള ശ്രീകോവിലിൽ ശങ്കരനാരായണനും തെക്കേ അറ്റത്തെ ശ്രീകോവിലിൽ ശ്രീരാമനും പടിഞ്ഞാറ് അഭിമുഖമായി വാഴുന്നു. ഇതിനു പുറമെ ശിവന്റെ പിറകിലായി കിഴക്കോട്ട് ദർശനമായി പാർവതിയും അവരുടെ അടുത്തായി മഹാഗണപതിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചമൂർത്തികൾ കൂടാതെ ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നരസിംഹം, ഹനുമാൻ, വെട്ടേക്കരൻ, നന്ദികേശ്വരൻ, പരശുരാമൻ, സിംഹോദരൻ, ആദിശങ്കരാചാര്യർ, ഋഷഭൻ, നാഗദൈവങ്ങൾ എന്നിവരും ഉപദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായുണ്ട്. വടക്കുന്നാനും പാർവതിയും കിഴക്ക് പടിഞ്ഞാറ് തിരിഞ്ഞായിരിക്കണം. വടക്കുന്നാൻ പടിഞ്ഞാറ് ഭാഗത്തും പാർവതി കിഴക്ക് നോക്കിയിട്ടായിരിക്കണം. പിന്നെ ഇത് പോരാണ്ട് എല്ലാ അമ്പലത്തും കാണുന്ന പോലെയല്ല, ഇവിടുത്തെ നന്ദി, വലിയ നന്ദി കാളയുണ്ട്, സൈഡിലേക്ക് മാറിയാൽ കിടക്കണം. കാരണം എന്താ, ഇങ്ങൊരു പുത്രൻ തൃക്കുമാരൻകുളം മുരുകൻ്റെ അമ്പലമുണ്ട് ഇവിടെ. അപ്പോൾ വടക്കുന്നാഥൻ എല്ലാ ദിവസവും തൃപ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മകൻ്റെ അടുത്തേക്ക് പോകും. അത് കാരണം ആ തടസ്സം വേണ്ടാച്ചിട്ട് നന്ദി സൈഡിലേക്ക് മാറി കിടക്കണം. പിന്നെ വടക്കുന്നാഥത്ത് പ്രത്യേക വേറൊരു കാര്യമുണ്ട്. ഉദയാസ്തമന പൂജ പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ 5 പൂജ 6 പൂജയൊക്കെ ഉണ്ട്. വടക്കുന്നാഥിൽ ഗണപതിക്കാണ് ഉദയാസ്തമന പൂജ, വേറെ ഒന്നുമില്ല. കാലത്ത് ഉദയം തൊട്ട് അസ്തമയം വരെ ഗണപതിക്ക് നെയ്യപ്പം ഉണ്ടാക്കി നേദിക്കുക, മുടക്കില്ലാണ്ട്. ഒരു എന്താ പറയുക, മുടക്കില്ലാണ്ട് ഉച്ചയ്ക്കൊന്നും അടക്കി നിർത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കി നേദിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഗണപതി നേരെ തടപ്പള്ളിക്ക് നോക്കിയായിരിക്കണം. എല്ലാവരും പടിഞ്ഞാറ് നോക്കുമ്പോൾ പാർവതിയും അമ്മയും മോനും ഗണപതി തടപ്പള്ളി നോക്കിയിട്ടായിരിക്കണം. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനു പിന്നിൽ പരശുരാമനുമായി ബന്ധപ്പെട്ട പ്രശസ്തമായൊരു ഐതിഹ്യമുണ്ട്. 21 തവണ ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി തനിക്ക് ലഭിച്ച ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം താൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമിയിൽ അവർക്ക് ആരാധന നടത്താനായി അദ്ദേഹം 108 ശിവക്ഷേത്രങ്ങളും മറ്റ് ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. ഈ ശിവക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളത്. പരശുരാമൻ കൈലാസത്തിലെത്തി ശിവഭഗവാനോട് താൻ സൃഷ്ടിച്ച കേരളത്തിൽ വാണരുളണമെന്ന് അഭ്യർത്ഥിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് പാർവതീദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ സമ്മതം മൂളി. ശിവപാർഷദന്മാരോടും പുത്രന്മാരോടുമൊപ്പം ശിവൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ ഒരിടത്ത് ഒരു ഉഗ്ര തേജസ് കണ്ടപ്പോൾ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതാണെന്ന് പരശുരാമൻ മനസ്സിലാക്കി. പരശുരാമന്റെ അപേക്ഷ പ്രകാരം ശിവൻ പാർവതീ സമേതം അവിടെ എഴുന്നള്ളി. ആ സമയം പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തന്റെ തെക്കുഭാഗത്തിരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കുഭാഗത്ത് കുടികൊണ്ടു. അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായത്. ഈ സംഭവം നടന്ന സ്ഥലമാണ് ഇന്ന് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ശ്രീമൂലസ്ഥാനം. തുടർന്ന് ശ്രീമൂലസ്ഥാനത്തു നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. പൂജകൾക്ക് ശേഷം തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്രഭരണമേൽപ്പിച്ച് അദ്ദേഹം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ അന്തർദാനം ചെയ്തു. ഇന്നും അവിടെ പരശുരാമ സ്മരണയിൽ ദീപപ്രതിഷ്ഠ നടത്തുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം
പന്തിരുകുലത്തിലെ പെരുന്തച്ഛന്റെ കാലത്തു നടന്നതാണെന്ന് പറയപ്പെടുന്നു. ഇത് ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷത്തെ പഴക്കം സൂചിപ്പിക്കുന്നു. ചരിത്രകാരനായ VVK വാലത്തിന്റെ അഭിപ്രായത്തിൽ വടക്കുംനാഥ ക്ഷേത്രം ആദ്യ ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് ബുദ്ധ ജൈന പാരമ്പര്യം നിലനിൽക്കുകയും അതിനുശേഷം ശൈവ വൈഷ്ണവ സ്വാധീനത്തിൽ അമരുകയും ചെയ്തു. തൃശൂർ നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തനതായ കേരളീയ ശൈലിയുടെയും ശില്പകലയുടെയും ഒരു മകുടോദാഹരണമാണ്. ഈ പുരാതന നിർമ്മിതിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ക്ഷേത്രത്തിനുള്ളിലെ കൂത്തമ്പലമാണ്. കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്ര നാടകശാലയായ ഈ കൂത്തമ്പലം അതിന്റെ തടിയിലുള്ള കൊത്തുപണികൾ കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ്. കൂടാതെ ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ, വിശിഷ്യ ശ്രീകോവിലുകളുടെ പുറം ചുമരുകളിൽ മഹാഭാരതത്തിലെ രംഗങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രങ്ങൾ കാണാം. ഇത് ഭക്തർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ ദൃശ്യവിരുന്നൊരുക്കുന്നു. മരം കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച ഈ പുരാതന ക്ഷേത്രം കാലക്രമേണയുണ്ടായ ജീർണതകൾ പരിഹരിച്ച് പൂർവ്വ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ 10 വർഷത്തിലധികം സമയമെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പരമ്പരാഗത ആചാരങ്ങളും നിർമ്മാണ രീതികളും ജൈവ പദാർത്ഥങ്ങളും ഉപയോഗിച്ച് നടത്തിയതിലൂടെ ക്ഷേത്രത്തിന്റെ പഴമയും പരിശുദ്ധിയും നിലനിർത്താൻ സാധിച്ചു. ഈ അശ്രാന്ത പരിശ്രമങ്ങളുടെയും പൈതൃക സംരക്ഷണത്തിലുള്ള പ്രതിബദ്ധതയും മാനിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിന് യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ്സ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കൺവർസേഷൻ ലഭിക്കുകയുണ്ടായി. ശിവന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ തിരുശിവപ്പേരൂറാണ് പിന്നീട് തൃശിവപ്പേരൂരും ഒടുവിൽ തൃശൂരുമായി മാറിയത്. ക്ഷേത്രത്തിൽ വടക്കേ അറ്റത്ത് പ്രതിഷ്ഠിച്ച ശിവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി. വടക്കേ അറ്റത്തുള്ള നാഥൻ എന്ന സങ്കല്പത്തിൽ നിന്നാണ് ക്ഷേത്രത്തിന് വടക്കുംനാഥ ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ വളരെ നിഷ്ഠയോടെയുള്ളതാണ്. ഭക്തർക്കായി പ്രത്യേക ചിട്ടകളും ഇവിടെയുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ദർശനക്രമം വളരെ ചിട്ടയോടുകൂടിയതും പ്രധാനപ്പെട്ടതുമാണ്. ഭക്തർ ആദ്യം ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുള്ള ശ്രീമൂലസ്ഥാനത്ത് വണങ്ങിയ ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കണം. അകത്തു കടന്നാൽ ഇടത്തേക്ക് പ്രദക്ഷിണം വെച്ച് ആദ്യം ഗോശാല കൃഷ്ണനെയും തുടർന്ന് നന്ദികേശനെയും വന്ദിക്കണം. പ്രദക്ഷിണത്തിനിടയിൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ചെറിയ മതിൽക്കെട്ടിലെ പരശുരാമന്റെ സ്ഥാനത്തും തൊഴണം. തുടർന്ന് ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ സിംഹോദരനെ വണങ്ങി നാലമ്പലത്തിന്റെ ചുവരിലൂടെ വടക്കുംനാഥന്റെ സ്വർണ്ണത്താഴികക്കുടം ദർശിക്കണം. എന്നാൽ പിന്നീട് തിരിഞ്ഞ് സിംഹോദരനെ നോക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ആചാരം. അടുത്ത പ്രദക്ഷിണത്തിൽ ബലിക്കല്ലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാശി വിശ്വനാഥൻ, ചിദംബരനാഥൻ, സേതുനാഥൻ, ഊരകത്തമ്മ, കൂടൽമാണിക്യം ദേവൻ തുടങ്ങിയ അനേകം ഉപദേവതാ സങ്കല്പങ്ങളെ നമിക്കണം. വിടവക്കുന്നുനാഥനാണ് വടക്കുംനാഥന് പേര്. വിടവക്കുന്നുനാഥൻ എന്ന് പറഞ്ഞാൽ വിടവം വന്ന് നിന്ന കുന്ന് ആണ് വിടവക്കുന്നുനാഥൻ. അത് പരശുരാമൻ കുറേ കാലം പ്രാർത്ഥിച്ച് വടക്കുംനാഥനെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കേരളം ഉണ്ടാക്കിയത് പരശുരാമനാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് ആൾ വന്നപ്പോൾ ആൾ ആദ്യം വന്നു നിന്നത് പൂങ്കുന്നത്താണ് വന്നു നിന്നത്. ശരിക്കും പറഞ്ഞാൽ പൂങ്കുന്ന് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ വടക്കുംനാഥനും അവിടെ വന്ന് നിന്നപ്പോൾ അവിടെ പുഷ്പവൃഷ്ടി നടന്നു. അപ്പോൾ അവിടെ പൂവുകൊണ്ടൊരു മല, അപ്പോൾ ആണ് പുഷ്പഗിരി. പൂങ്കുന്നത്ത് വന്ന് നിന്നു. അവിടുന്ന് അങ്ങോര് അങ്ങോരുടെ ഒരു ഉപമൂർത്തിയായ സിംഹോദരനെ ആൾ പറഞ്ഞു വിട്ടു. സിംഹോദരൻ ഇവിടെ വന്ന് നിന്ന് നല്ല സ്ഥലം കണ്ടു. ആൾ അവിടെ നിന്നു, തിരിച്ചു വന്നില്ല. പിന്നെ വടക്കുംനാഥൻ വന്ന് നോക്കിയപ്പോൾ സിംഹോദരൻ ഏറ്റവും നല്ല സ്ഥലത്ത് കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം നോക്കി ഇരിക്കുകയാണ് ആൾ ചെയ്തത്. അപ്പോൾ വടക്കുംനാഥൻ എന്ത് ചെയ്തു? കാലുകൊണ്ട് ഒരു തട്ട് കിട്ടിയ ആളെ തട്ടി നേരെ ബാക്കിലേക്ക് തെറിച്ച് പോയി. അപ്പോൾ വടക്കുംനാഥൻ ഒരു ശാപം കൊടുത്തു. എനിക്കുള്ള സ്ഥലത്ത് വന്നിരുന്ന കാരണം എന്നെ തൊഴുതിട്ട് നിന്നെ തൊഴുത് എന്നെ തൊഴുക, അങ്ങനെയാണ് നല്ലത്. എന്നെ തൊഴുത് വന്ന് പുറത്ത് വന്ന് സിംഹോദരനെ തൊഴുത് താഴേക്കോട്ടം തൊഴുതാൽ ആ ഒക്കെ വടക്കുംനാഥനെ തൊഴുത് പോലെയാവും. തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വടക്കുംനാഥത്തെ കാടി കുഴിങ്ങൊരു മുമ്പിലേക്ക് ആക്കി കൊടുത്തു. എന്നുവെച്ചാൽ അവിടുത്തെ വേസ്റ്റ് മുഴുവൻ ഒരു മുമ്പിലേക്ക് വന്നു. ഒരു ശാപം കൊടുത്താണ്. അപ്പോൾ തട്ടിപ്പോൾ ബാക്കിൽ പോയി അങ്ങനെ പ്രത്യേക പൂജകളൊന്നുമില്ല. സാധാരണയായി അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുരവാതിൽ ശിവരാത്രി, പൂരം എന്നീ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ഈ നടയിൽ കൊടുങ്ങല്ലൂരമ്മയെയും തൊഴുത് ആൽത്തറയിലെ കരിങ്കല്ലിൽ വേദവ്യാസനെ വണങ്ങണം. ഏറ്റവും ഒടുവിൽ ശാസ്താവിനെയും. 3 താഴികക്കുടങ്ങളെയും ശങ്കരസമാധി മണ്ഡപങ്ങളെയും വന്ദിച്ച് പടിഞ്ഞാറേ നടയിലൂടെ നാലമ്പലത്തിനകത്തേക്ക് കടക്കണം.
അവിടെ നന്ദികേശനെ വണങ്ങി ഭഗവാനെ കാണാൻ അനുവാദം ചോദിക്കുന്ന ചടങ്ങിന് ശേഷം പ്രധാന മൂർത്തിയായ വടക്കുംനാഥനെ കണ്ണിറയെ തൊഴുന്നതോടെയാണ് പ്രദക്ഷിണക്രമം പൂർത്തിയാകുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിന് മുകളിലുള്ള നെയ്മലയാണ് ഈ മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വിസ്മയവും ആകർഷണവും. ഭക്തർ നൂറ്റാണ്ടുകളായി അർപ്പിച്ച നെയ് ഉറഞ്ഞുകൂടി രൂപപ്പെട്ട ഈ മലയ്ക്ക് ഏകദേശം 9 അടി പൊക്കവും 22 അടി വ്യാസവുമുണ്ട്. ഈ നെയ്മല ഒരു സാധാരണ പ്രതിഭാസമല്ല. എത്ര കടുത്ത ചൂടിലും എത്ര അളവിൽ വെള്ളം അഭിഷേകം ചെയ്താലും ഈ നെയ്മല ഉരുകുകയില്ല എന്ന അത്ഭുതം ഇന്നും നിലനിൽക്കുന്നു. ഈ പ്രതിഭാസം ഭഗവാന്റെ അനശ്വരമായ ചൈതന്യത്തെയും ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. നെയ്മലയുടെ മുകളിൽ അഭിഷേകങ്ങൾ നടത്താനായി ഗോവണി ഉപയോഗിക്കേണ്ടതുണ്ട്. പിന്നെ വടക്കുന്നാഥൻ എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ കാണുമ്പോൾ ശിവലിംഗം കണ്ട ആൾക്കാർ ആരുമില്ല. ഒരു 14 ഫീറ്റ് ഹൈറ്റുള്ള ഒരു നെയ്മല മാത്രമേ കാണുകയുള്ളൂ. വടക്കുന്നാഥന് വേറെ ഒരു വഴിപാടും ഇല്ല. നെയ്യാട്ടവും കൂവളമാലയും മാത്രമാണ് വഴിപാടുള്ളൂ. പിന്നെ വൈകിട്ട് കരിക്കഭിഷേകവും. എല്ലാ ദിവസവും ഈ നെയ്യ് അഭിഷേകം ചെയ്ത് നെയ്യ് ഉരുകില്ല. അത് ഉറച്ചുറച്ച് നിൽക്കും. ഇത്രയധികം വിളക്ക് കത്തിയിട്ടും ഒരു കുഴപ്പമില്ല. വൈകിട്ട് നമ്മൾ കരിക്കഭിഷേകമുണ്ട്. അപ്പോൾ കാലത്ത് 4 മണിക്കാണ് നിങ്ങൾക്ക് ഈ നെയ്മല കാണാൻ പറ്റുള്ളൂ. കാലത്ത് 4-4:15 പോയി കഴിഞ്ഞാൽ നെയ്യാട്ട സമയത്ത് മാത്രമാണ് നെയ്മല കാണുള്ളൂ. അതിനുശേഷം തിരുവാഭരണം വെച്ച് അതിൽ കൂവളമാല ചാർത്തി അങ്ങനെയാണ് പരിപാടികൾ. ഇവിടെ ദിവസവും രാവിലെ നെയ്യഭിഷേകവും വൈകിട്ട് ശംഖാഭിഷേകവുമാണ് പ്രധാനമായി നടക്കുന്നത്. രാത്രിയിൽ അത്താഴപൂജ കഴിഞ്ഞ ശേഷം നടക്കുന്ന തൃപ്പുക എന്ന അവസാനത്തെ പൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ദേവന്മാരും ഗന്ധർവന്മാർ, യക്ഷന്മാർ, പിതൃക്കൾ, സപ്തർഷികൾ എന്നിവരടക്കം എല്ലാവരും ക്ഷേത്രത്തിൽ സന്നിഹിതരാകുമെന്നാണ് വിശ്വാസം. അന്നേരം തൊഴാൻ വരുന്നവരുടെ കൂട്ടത്തിൽ അപരിചിതരെ കണ്ടാൽ ആരാണെന്ന് ചോദിക്കാൻ പാടില്ലത്രേ. 41 ദിവസം അടുപ്പിച്ച് തൃപ്പുക തൊഴുതാൽ മനസ്സിലെ ആഗ്രഹം സാധിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പേര് ലോകമെമ്പാടും പ്രശസ്തമാക്കുന്നത് തൃശൂർ പൂരം എന്ന വിശ്വപ്രസിദ്ധമായ ഉത്സവമാണ്. മേടമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന ഈ മഹോത്സവം പൂരങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. പഴയകാലത്ത് തൃശൂരിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനം ആറാട്ടുപുഴ പൂരമായിരുന്നു. കനത്ത മഴ കാരണം ആറാട്ടുപുഴ പൂരത്തിന് എത്തിച്ചേരാൻ കഴിയാതെ പോയ ക്ഷേത്രങ്ങൾക്കായി കൊച്ചി രാജ്യത്തെ അന്നത്തെ മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ഒരു പുതിയ ഉത്സവം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തൃശൂർ പൂരം പിറവിയെടുത്തത്. പൂരത്തിന്റെ പ്രധാനികൾ തിരുവമ്പാടി ഭഗവതി ക്ഷേത്രവും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവുമാണ്. ഈ 2 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ തൃശൂർ ഭാഗത്തുള്ള 10 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു. കൂത്തമ്പലത്തിനടുത്തുള്ള ഇലഞ്ഞിത്തറയിൽ വെച്ചാണ് വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത്. ചെണ്ട, കുഴൽ, കൊമ്പ്, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഈ പരമ്പരാഗത വാദ്യമേളം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. പൂരത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം കുടമാറ്റമാണ്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ വർണ്ണാഭമായ കുടകൾ അതിവേഗം റഥമിക്കായി മാറ്റുന്ന ഈ ചടങ്ങ് ഒരു ദൃശ്യവിരുന്നാണ്. തൃശൂർ പൂരം വടക്കുംനാഥന്റെ ഉത്സവമാണെന്ന് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ അന്ന് പ്രത്യേക ആണ്ടുവിശേഷ ചടങ്ങുകളില്ല. മറ്റ് ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ വടക്കുംനാഥനെ വന്ദിക്കാനെത്തുന്ന ഒരു സംഗമം മാത്രമാണിത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം കേരളത്തിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ പൈതൃകത്തിന്റെ നെടും തൂണാണ്. പരശുരാമന്റെ ഐതിഹ്യത്തിൽ നിന്ന് ശക്തൻ തമ്പുരാന്റെ ചരിത്രത്തിലൂടെ കടന്ന് യുനെസ്കോയുടെ അംഗീകാരം വരെ നേടിയ ഈ മഹാക്ഷേത്രം തനതായ വാസ്തുവിദ്യ, അമൂല്യമായ ചുമർചിത്രങ്ങൾ, സങ്കീർണമായ ആചാരങ്ങൾ, ലോകോത്തരമായ തൃശൂർ പൂരം എന്നിവയാൽ ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രം കാലത്തിന്റെ അതിരുകളെ ഭേദിച്ച് ഇന്നും തലമുറകൾക്ക് ആത്മീയമായ വെളിച്ചം നൽകുന്നു. ഈ ക്ഷേത്രം കാലത്തിന്റെ അതിരുകളെ ഭേദിച്ച് ഇന്നും തലമുറകൾക്ക് ആത്മീയമായ വെളിച്ചം നൽകുന്നു. ദക്ഷിണ കൈലാസം കേരളത്തിന്റെ സനാതനധർമ്മത്തിന്റെയും കായികമായ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന്റെയും യഥാർത്ഥ പ്രതിഫലനമാണ്.